ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഹൈദരാബാദ് വരെ ഒന്ന് പോവാണ്. സമയം ഇപ്പോൾ വെളുപ്പിന് 5:18. മിലോ അപ്പോഴത്തേക്കും ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഇവിടെ എന്തീ നടക്കണേന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ്. അങ്ങനെ എനിക്ക് പോകാനുള്ള വണ്ടി വന്നു. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. തലേ ദിവസം തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആള് കറക്റ്റ് ടൈമിന് തന്നെ എത്തി. യാത്ര ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹൈവേയിൽ നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി. ബ്ലോക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരൊക്കെ ഇങ്ങനെ പതിയെ വെളുത്ത് വരുന്നുണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാളും നേരത്തെ ഞാൻ നമ്മുടെ കൊച്ചി എയർപോർട്ടിലെത്തി. ടെർമിനൽ 1 നിന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. ഡിജി യാത്ര ഉണ്ടായതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കാതെ എനിക്ക് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സീറ്റിൽ വന്ന് ഇരിക്കുകയാണ്. ഗേറ്റ് 5 നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രീ ബോർഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ഈ കാണുന്നതാണ് ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൽ കയറി ഞാൻ എൻ്റെ സീറ്റിലിരുന്നപ്പോഴേക്കും ടേക്ക് ഓഫിൻ്റെ അനൗൺസ്മെൻറ്റും വന്നു. വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് തൊട്ടപ്പുറത്തിരുന്ന ആളുടെ അടുത്ത് മൊബൈൽ കൊടുത്ത് പുള്ളീനെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ ഇത്ര നേരം യാത്ര ചെയ്ത ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി. അവിടുന്ന് നമ്മളിത് ഈ കാണുന്ന ബസ്സിൽ കയറി അറൈവൽസിൻ്റെ അവിടേക്ക് പോവാണ്. ഇൻഡിഗോയുടെ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നീങ്ങി. ഇനി നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ സൈനൊക്കെ നോക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണ് ഹൈദരാബാദ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജ് വരുന്നത് ബെൽറ്റ് നമ്പർ 8 അങ്ങനെ ബെൽറ്റ് നമ്പർ 8 എത്തി. ഇനി നമുക്ക് നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആൾക്കാരുടെ പെട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ പെട്ടി നോക്കി ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി എനിക്ക് എൻ്റെ പെട്ടി കിട്ടി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊളീഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൊളീഗ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തതിന് ശേഷമേ പുള്ളിയുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് നേരം എന്തായാലും ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം പുള്ളി ലാൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ക്യാബ് എടുത്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ് ദൂരമുണ്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദിലേക്ക് വരുന്നത്. അപ്പം ചുമ്മാ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. ഈ കാണുന്നതാണ് അപ്പം ഞങ്ങളിനി താമസിക്കാൻ പോകുന്ന ഹൈദരാബാദിലെ ഹോട്ടൽ. ചെക്കിനൊക്കെ വേഗം കഴിഞ്ഞ് റൂമിൻ്റെ കീ നമുക്ക് കിട്ടി. ഈ കാണുന്നതാണ് അപ്പം 3 ദിവസത്തേക്ക് ഞാൻ താമസിക്കാൻ പോകുന്ന ഹൈദരാബാദിലെ റൂം. ഹൈദരാബാദ് വീഡിയോയുടെ പാർട്ട് 3 ആണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ജോലി എന്താണ്, എന്തിനാണ് ഹൈദരാബാദ് വന്നതെന്നൊക്കെ പറയാം. ബാംഗ്ലൂർ കൊച്ചി ബേസ്ഡായ എഡ്വേർട്ട് എന്ന് പറഞ്ഞ അഡ്വർടൈസിങ് കമ്പനിയിലെ വീഡിയോ എഡിറ്ററും ക്യാമറമാനുമാണ് ഞാൻ. ഇവിടുത്തെ ഒരു കമ്പനിയിലെ ഇവൻറ്റിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹൈദരാബാദ് വന്നിരിക്കുന്നത്. ഷൂട്ടിൻ്റെ ലൊക്കേഷൻ കാണാനാണ് ഞങ്ങളിപ്പോൾ ഈ ക്യാബ് എടുത്ത് പോണത്. ലൊക്കേഷനൊക്കെ കണ്ട് അവരോട് ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവൻ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൻ്റെ അവിടെ എത്തി പിന്നെ ഒരു എനർജിക്ക് വേണ്ടി ഒരു ചായയൊക്കെ കുടിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായയോടെയൊക്കെ കഴിഞ്ഞ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞാൻ നിൽക്കുന്ന റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുക്കണം. നാളെ കാലത്ത് തന്നെ ഷൂട്ടിന് പോകേണ്ടതാണ്. അങ്ങനെ ഷൂട്ടിൻ്റെ ഡേ ആയി. അപ്പോൾ കാലത്ത് എഴുന്നേറ്റൊരു കുളിയൊക്കെ പാസ്സാക്കി ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാന്നുള്ളതാണ്. ഞങ്ങൾ നിൽക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആദ്യം തന്നെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കടലക്കറിയാണ്. പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതവിടെ അടച്ചു വെച്ചു. അപ്പോൾ അടുത്തതിൽ നോക്കിയപ്പോൾ ഇഡലിയും പിന്നെ അപ്പം ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകത ഒരു അപ്പമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 2 ഇഡലിയും ഒരു അപ്പവും എടുത്തു. പിന്നെ ഞാൻ ഇപ്പുറത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് സാമ്പാറായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ അതും എടുത്തു. പിന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ ചമ്മന്തികളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുകൂടാതെ നമുക്ക് അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ബ്രെഡും ജാമും പിന്നെ ബട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇഡലിയും ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും എൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൂരിയും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ ഇത് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഒരു ഗ്ലാസ് എടുത്ത് ചായ എടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ക്യാബ് എടുത്ത് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ എത്തി. അങ്ങനെ ഗിംബലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിതാ നേരെ എൻട്രൻസിലോട്ട് പോവാണ്. ലിഫ്റ്റ് കയറി ഞങ്ങൾക്ക് പോകേണ്ടത് 2nd ഫ്ലോറിലോട്ടാണ്.
അവിടെ എത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ദേ ക്യാമറയും ഗിംബലൊക്കെ സെറ്റ് ചെയ്തു. ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. ഈ കാണുന്ന റൂം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും പിന്നെ എക്യുപ്മെൻ്റ് ഒക്കെ വെക്കാൻ അവർ തന്നതാണ്. ഷൂട്ടിൻ്റെ ഇടയിൽ അങ്ങനെ ലഞ്ച് ടൈം ആയി. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ്. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടൈപ്പ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ടൈപ്പ് ചിക്കൻ കറി ഉണ്ടായി, പിന്നെ മധുരം ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ ക്യാമറ എടുത്ത് വീണ്ടും ഷൂട്ടിനായിട്ട് ഇറങ്ങി. മഴ പെയ്യുന്നതിന് മുമ്പുള്ള ഹൈദരാബാദിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ വിൻഡോ കൂടെ നോക്കിയപ്പോൾ കണ്ടത്. അത്യാവശ്യം നല്ല പണി ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ആദ്യം വടയാണ് കണ്ടത്, അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തെന്താണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഞാൻ കുറച്ച് വെച്ച് എടുത്തു. അത് കഴിഞ്ഞ് അടുത്തതിൽ സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാറും കുറച്ച് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു. പിന്നെ നോക്കിയപ്പോൾ ചമ്മന്തി കാര്യങ്ങൾ ഇരിക്കേണ്ടായി, കട്ട് ഫ്രൂട്ട്സ് ഇരിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നോർമലി ഉള്ള പോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡ്, ബട്ടർ, ജാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ഐറ്റംസാണ് ഞാൻ കഴിക്കാനായിട്ട് എടുത്തത്. അതിൻ്റെ കൂടെ ഒരു മസ്ക് മെലൻ ജ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ ഓംപ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു ഓംപ്ലേറ്റും കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അവസാനിപ്പിച്ചു. 525 രൂപയാണ് 2 പേർക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നത്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒരു കോഫി കുടിച്ചു. പിന്നെയുള്ള വീഡിയോസൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് രാത്രി 8 മണിയായപ്പോൾ അവർ നമുക്ക് ഡിന്നർ തന്നു. അപ്പോൾ ഇതൊരു സ്വീറ്റാണ്, പിന്നെ ഒരു ചിക്കൻ, പിന്നെ വേറൊരു ചിക്കൻ, പിന്നെ ബിരിയാണി, അങ്ങനെയാണ് നമുക്ക് തന്നത്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ടയേർഡായി ഞാനിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ മൊത്തം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്ര ദിവസം താമസിച്ച റൂമിനോടൊക്കെ ഒരു ടാറ്റ പറഞ്ഞ് ഞാനങ്ങനെ ഇറങ്ങി. ബുക്ക് ചെയ്ത ക്യാബ് അടിയിൽ വന്നു. അപ്പോൾ ലിഫ്റ്റിൽ കയറി നേരെ ക്യാബുകാരൻ്റെ അടുത്തേക്ക്. അങ്ങനെ ക്യാബിൽ കയറി ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ കയറിയതും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കണത്. ഞാനങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ വണ്ടിയിൽ ഇരിക്കുവാണ്. ഇവിടുത്തെ റോഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ പോകുന്ന റോഡ് തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ എയർപോർട്ടിൻ്റെ ബോർഡൊക്കെ ഞാൻ കണ്ടു. എയർപോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 45 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ ഫൈനലി എയർപോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ്. അങ്ങനെ ക്യാബുകാരന് പൈസയും കൊടുത്ത് ഞാൻ ഡിജി യാത്ര വഴി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. ഈ സെൽഫ് ചെക്കിങ് ചെയ്തു വന്നവർക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു മെഷീനാണ് ഈ കാണുന്നത്. അതേപോലെ നമുക്ക് ബോർഡിംഗ് പാസും എല്ലാം ഇതിൽ നിന്നാണ് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ്റെ ആൾക്കാരുണ്ടാവും. നമ്മുടെ PNR അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളും വരും. ആ ബോർഡിംഗ് പാസ്സാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നേരെ ലഗേജ് ഡ്രോപ്പ് ചെയ്യാനാണ് ഈ പോകുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം സെൽഫ് ചെക്കിങ് ചെയ്ത് വന്നവരാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ലഗേജ് അവിടെ വെച്ചു. നമ്മുടെ ലഗേജുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു. ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെല്ലാം ഒട്ടിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസ് അവിടെ സ്കാൻ ചെയ്യാണ്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതതിൻ്റെ ബാക്കിൽ അവർ ഒട്ടിച്ചു. എന്നിട്ട് നമ്മുടെ പേരൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് ലഗേജ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അത് അവിടെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ ലഗേജ് വെച്ചു, അതിന് ഓക്കെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ലഗേജ് നേരെ പോവുകയാണ്. ഇനി ഈ ലഗേജ് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അത് സക്സസ് ആയി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു സ്ലിപ്പ് കിട്ടും, ലഗേജ് തിരിച്ചറിയാനുള്ളൊരു സ്ലിപ്പ്. ആ സ്ലിപ്പ് നമുക്ക് തന്നു. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടേക്ക്, ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ചെക്കിനിലേക്കുള്ള ബോർഡ് നോക്കി ഞാൻ നേരെ നടക്കുവാണ്. അവിടെയും ഡിജി യാത്ര ഉണ്ടായതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ല. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം സെക്യൂരിറ്റി ചെക്കിന് സബ്മിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് വരുന്ന ഗേറ്റ് 122ആണ്. അപ്പോൾ ഗേറ്റ് 20 എത്തിയിട്ടുള്ളൂ, ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതെല്ലാം കുറച്ച് നേരം അങ്ങനെ ഞാൻ നോക്കി നിന്നു. അങ്ങനെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ബോർഡ് കണ്ടു. എന്തായാലും കുറച്ചധികം നടക്കാനുണ്ടെന്ന് മനസ്സിലായി. നടന്ന് അവസാനം ഫൈനലി നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കാലത്ത് തന്നെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അവിടെ നിന്ന് ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു ബൂസ്റ്റും പിന്നെ ഒരു ചോക്ലേറ്റ് ഞാൻ കഴിക്കാനായിട്ട് എടുത്തു.
ബൂസ്റ്റും കുടിച്ച് ചോക്ലേറ്റും കഴിച്ച് ഇതാ ഞാനിങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം എന്താ 8:27. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുക്കുന്നത് 11:15 അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ബോർഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. ബോർഡിങ് എല്ലാം കഴിഞ്ഞ് ദേ നമ്മൾ ഈ ബസ്സിലോട്ടാണ് കയറുന്നത്. ബസ് അങ്ങനെ ഇതാ നമുക്ക് പോകാനുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ബോർഡ് ചെയ്യണം. കുറച്ച് നേരം ദേ ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനങ്ങനെ അവിടെ നിന്നു. അവിടെ കണ്ട പുറപ്പെടാറായ വേറെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണിത്. ഞാൻ ദേ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചു കൊടുത്ത് ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ദേ ഫ്ലൈറ്റിൻ്റെ അകത്തേക്കുള്ള സ്റ്റെപ്പിലൂടെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. ഞാനങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇതാ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവർക്കറിയാം ഇതാ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പുള്ള ഈ AC പ്രയോഗം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് പറന്ന് ഉയർന്നിരിക്കുകയാണ്. ഇനി നേരെ കൊച്ചിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ട മേഘങ്ങളുടെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് നിങ്ങളെ ഞാൻ ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തത്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ദേ എൻ്റെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ എൻ്റെ ലഗേജാണ് ഇതാ ബെൽറ്റിക്കോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ലഗേജ് കിട്ടാനായിട്ട്. അങ്ങനെ ലഗേജ് കളക്ട് ചെയ്ത് ഇനി നേരെ എനിക്ക് ക്യാബ് എടുക്കണം. ക്യാബ് എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. നാട്ടിലൊന്നും ആരും ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലാത്ത കാരണം ഇവിടുന്ന് ക്യാബ് എടുത്താണ് പോകുന്നത്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയുമാണ്. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത ക്യാബ് വന്നു. ഇനി ഇതിൽ കയറി നേരെ എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹൈദരാബാദ് യാത്രയുടെ വിശേഷം. അപ്പോൾ പുതിയ ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.